ആ യേശു ക്രിസ്തുവിനെ അറിയുവാനും ആരാധിപ്പാനും നമുക്ക് ദൈവം ഭാഗ്യം നൽകി. ഇതുവരെയും കർത്താവിനെ അറിയാത്ത, അനുഗമിക്കാത്ത, ആരാധിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇന്ന് രാത്രി നല്ല അവസരവും കൂടെ തരിക. നീ 5 പൈസ മുടക്കണ്ട, അര കാശ് മുടക്കണ്ട, ഒരു മെഴുകുതിരി പോലും ഇവിടെ കൊണ്ടുവരണ്ട. നിന്റെ ഹൃദയം കർത്താവിന് കൊടുത്താൽ മതി. യേശു ക്രിസ്തുവിന് പൂവൻ കോടി വേണ്ട, യേശു ക്രിസ്തുവിന് 5 സെന്റ് സ്ഥലം വേണ്ട, യേശു ക്രിസ്തുവിന് തുണി കൊണ്ട് കൊടുക്കണ്ട. എന്നാ ഇച്ചിരി തുണി കൊടുത്തോണ്ട് അവിടെ ഇരിക്കും. യേശുവിന് തുണിയൊന്നും വേണ്ട. എന്നാ 10 രൂപ. എന്നെ ഭിക്ഷക്കാരനാണോ? യേശുവിന് കാശ് വേണ്ടി. പിന്നെ സ്വോത്രകാഴ്ച എടുത്തത് പുള്ളി പരുവക്കേടായതുകൊണ്ടാണ്. അതെ, യേശുവിന് പരുവക്കേട് ഉണ്ടായിട്ടൊന്നുമല്ല. പന്തല്, ലൈറ്റ്, മൈക്ക് ജാൻസന് കൊടുക്കണം. യേശുദാസ് 3 ദിവസമായിട്ട് കിടന്ന് 4 കീബോർഡ് വെച്ച ആ സ്വോത്രം. അപ്പോൾ അതൊക്കെ കൊടുക്കണം, അവർക്ക് കൊടുക്കണം, എനിക്ക് തരണം. പിന്നെ അതിനല്ല, യേശുവിന് കാശില്ലായിട്ടല്ല. സ്തോത്രം തന്നെയല്ല. പിന്നെ പുതിയ നിയമത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം ഇതിടുന്നത് ഒരു യാഗമാണ്, ഒരാരാധനയാണ്. ഈ ആരാധനയിൽ നിങ്ങളും പങ്കുചേർന്നു. അതൊരു അനുഗ്രഹവുമാണ്. ദൈവത്തിന് മഹത്വം. കൊടുക്കുന്നത് ഒരു ആരാധനയാണ്, ഒരു യാഗമാണ്. ആ യാഗത്തിൽ നിങ്ങളും കൂട്ടായ്മ കാണിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു ക്രിസ്തു ആമേൻ നിന്നെ രക്ഷിക്കും. രക്ഷിക്കാൻ വല്ലഭത്വമുള്ളവനാ ക്രിസ്തു. അതെ, ആ കർത്താവിൻ്റെ കൃപയിൽ വന്ന ദൈവസഭയ്ക്ക് ഉപദേശ സത്യത്തിൽ നിലനിൽക്കുവാൻ എഴുതിയ ലേഖനങ്ങളാണ് 21 ലേഖനങ്ങൾ. റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെയുള്ള 21 ലേഖനങ്ങൾ. ഇതിലെ സിംഹഭാഗ ലേഖനങ്ങളും എഴുതിയത് ദൈവത്തിന്റെ ദാസനാകുന്ന പൗലോസാണ്. സിംഹഭാഗ ലേഖനം ഏതാണ്ട് 14 ലേഖനം പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ്, നമുക്കറിയാം. അതിൽ പൗലോസിന്റെ 14 ലേഖനങ്ങളിൽ ദൈവശാസ്ത്രപരമായിട്ട് 4 നിലകളിലാണ് ലേഖനത്തെ തരംതിരിച്ചിരിക്കുന്നത് ഈ വേദപുസ്തകം വ്യാഖ്യാനിക്കുന്നവർ. 1 രക്ഷാ തത്വശാസ്ത്രപ്രകാരമുള്ള ലേഖനം. 2 ക്രിസ്തുശാസ്ത്രപരമായ ലേഖനം. 3 സഭാശാസ്ത്രപരമായ ലേഖനം. 4 അന്ത്യകാല ശാസ്ത്രപരമായ ലേഖനം. അപ്പോൾ രക്ഷാശാസ്ത്രം, ക്രിസ്തുശാസ്ത്രം, സഭാശാസ്ത്രം, അന്ത്യകാല ശാസ്ത്രം. അതിൽ രക്ഷാ തത്വശാസ്ത്രപ്രകാരമുള്ള ലേഖനമാണ് റോമാലേഖനവും കൊരിന്ത്യർക്കെഴുതിയ 2 ലേഖനങ്ങൾ. രക്ഷാതത്വം എന്താ? ഈ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. പിശാചിന്റെ പിടിയിൽ നിന്ന്, നാശകന്റെ കയ്യിൽ നിന്ന് നീ രക്ഷപ്പെടുക എന്നാണ്. അതിന് കാശ് മുടക്കൊന്നുമില്ല. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. യേശുവേ, ഞാനൊരു പാപിയ, അനുദപിച്ച് എൻ്റെ പാപം ക്ഷമിക്കണം, എൻ്റെ ഉള്ളത്തിൽ വരണം, എന്നെ ഞങ്ങളുടെ മകനാക്കി മകളാക്കി തീർക്കണം. ആമേൻ, മതി, രക്ഷിക്കപ്പെടും. ഒരു പൈസയും മുടക്കില്ല. സ്തോത്രം. ആരാ രക്ഷിക്കുന്നത്? യേശു ക്രിസ്തു. വേറെ ആരെങ്കിലും രക്ഷിക്കുമോ? രക്ഷിക്കാൻ കഴിയത്തില്ല. അവിടുന്ന് മാത്രമേ രക്ഷിപ്പാൻ വല്ലഭത്വമുള്ളവൻ. രക്ഷയുടെ ത്രികാലമൊക്കെ പറയേണ്ടത് ആ ഭാഗം പോട്ടെ. രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെടുവിൻ, രക്ഷിക്കപ്പെടും. അപ്പൊ രക്ഷാ തത്വശാസ്ത്രപ്രകാരമുള്ള ലേഖനം. 2 ക്രിസ്തുശാസ്ത്രത്തെ കീർത്തിക്കുന്ന ലേഖനമാണ്. എഫേസ്യ ലേഖനമൊക്കെ ആ ലേഖന പരമ്പരകളിൽ പെടും. എഫേസ്യ ലേഖനവും കൊലോസ്യ ലേഖനവും ഒക്കെ ക്രിസ്തുശാസ്ത്രത്തെ കീർത്തിക്കുന്ന ലേഖനം. യേശു ക്രിസ്തു അടുത്ത കാലത്ത് മുളച്ച് കിളിച്ച് പൊങ്ങി വന്ന പുത്തൻ ദൈവമല്ല ക്രിസ്തു. അവിടുന്ന് അനാദിയായും ശാശ്വതമായുള്ള ദൈവമാണ്. 50 വർഷമോ 100 വർഷമോ 1000 വർഷം പഴക്കമല്ല ദൈവത്തിന്. അങ്ങനെ ചിന്തിക്കരുത്. സ്തോത്രം. ഇപ്പോഴത്തെ മോഡേൺ ദൈവങ്ങളെല്ലാം, പെണ്ണുങ്ങളെല്ലാം ദൈവം കളിക്കുക. നല്ല കാശുവാ. ആണുങ്ങളും ദൈവം കളിക്കുന്നുണ്ട്. പക്ഷേ കൂടുതലും കാശ് പെണ്ണുങ്ങൾ ദൈവം കളിക്കാനാ. അവർക്ക് അതിൻ്റെ മട്ടം അറിയാം. ആണുങ്ങളവിടെ കുന്തം പിടിച്ചോണ്ടിരിക്കുക, കാശൊന്നും അധികം മനസ്സിലായില്ല. നീ ഇങ്ങനെ മുപ്പല്ലിയും പിടിച്ചോണ്ടിരിക്കാണ്. പെണ്ണുങ്ങൾക്ക് ആകാശം. എന്നാൽ തിരുവചനം പഠിപ്പിക്കുന്നത് സ്വഭാവത്താൽ ഈ പുരുഷനും സ്ത്രീയും ഒന്നും ദൈവമല്ല, മനുഷ്യരല്ലേ. സ്തോത്രം. ദൈവം ഒരുവനേ ഉള്ളൂ. ഈ കാണുന്ന സകല ചരാചരങ്ങളെ, അണ്ടകടാങ്ങളെ, ഈ നക്ഷത്രമണ്ഡലങ്ങളെ, ഈ കാണുന്ന ഭൂചര ഖേചര വസ്തുക്കളെ സകലത്തെ സൃഷ്ടിച്ച് നിർമ്മിച്ച് പടച്ച് ചമച്ച ഒരുവൻ സർവജ്ഞനായ ദൈവം. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, സകലതും അവൻ ഉളവാക്കി അവനായിട്ട് ഉളവായി. നമ്മൾ പണ്ട് പഠിച്ചത് കേരളം ഉണ്ടായത് അല്ല, ഗോഡാലി എടുത്ത്, ഗോഡാലി നല്ലല്ല, എന്തുവാ മഴുവെന്നല്ല, വേറൊരു പേരാ. ഓ,
അവിടുന്ന് ഒരൊറ്റ കയറ് അത് അങ്ങേറ്റത്ത് ചെന്നപ്പോൾ ഇതിങ്ങനെ പണ്ട് സ്കൂളിൽ പഠിച്ചല്ലേ, കന്യാകുമാരി ക്ഷിതിയാതിയായി കോകർണാന്തമായി തെക്ക് വടക്ക് നീളെ അന്യോന്യമമ്പാശുവർ നീട്ടിവിട്ട കണ്ണോട്ടമേറ്റുണ്ടൊരു നല്ല രാജ്യം. പാരം കരിമ്പു പനസം മുളകേലം ഇഞ്ചി കേരം കവുങ്ങ് തളിർ വെറ്റിലയേത്തവാഴ ഈരമ്യ വസ്തുതകൾ ചേർന്ന് വിളങ്ങും ഈ നൽപാരാഗ്രകൽപ്പതരുമണ്ഡിത നന്ദനാഭം. പണ്ട് പഠിച്ചതാ. ഇത് കോടാലി മാക്കത്തി ഒന്നും എടുത്തെറിഞ്ഞുണ്ടായതില്ല, ദൈവം സൃഷ്ടിച്ചതാണ്. അല്ല, വെട്ടുകത്തി എടുത്തെറിഞ്ഞ അങ്ങനെ വെട്ടുകത്തി എടുത്തെറിഞ്ഞാൽ അവൻ്റെ കുതികാല് പോകത്ര തന്നെ. ഇത് കോടാലി മാക്കത്തി മഴവും ചുറ്റിയൊക്കെ ഒന്നും എറിഞ്ഞുണ്ടായതല്ല, സർവജ്ഞനായ ദൈവം ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്ക് പറഞ്ഞപ്പോൾ ഉളവായതായി കാണുന്നതല്ല. 5 ദിവസം കൊണ്ട് സകല ഭൂചര ഗേചര വസ്തുക്കളെയും ദൈവം സൃഷ്ടിച്ചു. 6-ാമത്തെ ദിവസം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും അവിടുന്ന് മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യൻ ജീവനുള്ള ദേഹിയായി. തനിയേയിരിക്കുന്ന ആദമിനെ തക്ക തുണ കൊടുക്കാൻ വേണ്ടി സർവജ്ഞനായ ദൈവം ആദമിന് ഗാഠനിദ്ര ദീർഘനിദ്ര വരുത്തി ആദമിന്റെ പാർശ്വഭാഗത്ത് നിന്ന് ഒരു വാരിയലെടുത്ത് ഔവായെ സൃഷ്ടിച്ചു. ഒറ്റയൊരെണ്ണം എടുത്തുള്ളൂ. എന്നിട്ട് തന്നെ പരിവക്കാടാം. അപ്പൊ ഒരു 3-4 വാരിയല് എടുക്കാതിരുന്നതിനായി ഒറ്റ വാരിയലെടുത്തേച്ച് തങ്കമ്മ നിന്നെ വരച്ച വരയിലാണ് നിർത്തുന്നത്. അപ്പം ദൈവത്തിന് അറിയാം ഒന്ന് മതി, അവൻ ചൂട്ടുപോലെ അവിടെ പുറകെ. എൻ്റെ ബേബി, അപ്പോൾ ഇത് ദൈവം സൃഷ്ടിച്ചതാ, ഇതല്ല. സ്തോത്രം. മന്നവൻ വാക്ക് മൂലമന്ന് വനവിരവിൽ വർണ്ണ ജ്യോതിർഗണങ്ങൾ നിന്നു ആകാശത്തവ നിന്നവൻ നമ്മുഖവ തന്നു കാലാന്തരത്തിൽ നിന്നവൻ ഭൂജനഗേജന വസ്തുക്കളുടനയായി തന്നെയും അല്ല ഭോജചരങ്ങളും അപ്പൊടുതെ ഉടനായി നേരെ മറിച്ചു നായകനേകിയൊരല്ലകളിൽ വിളയായി തന്നെയും അല്ല വനങ്ങൾ അപകന്തായിട്ട് മൃഗങ്ങൾ നാട്ടിലെ മൃഗജനങ്ങൾ ഇവയുണ്ടായി നീറമാറി കൂടെ വനങ്ങൾ അപകന്തായിട്ട് മൃഗങ്ങൾ നാട്ടിൽ മൃഗജനങ്ങൾ ഇവയുണ്ടായി ദീനമാറി കൂടത്തിൽ 6-ാം ദിനത്തിൽ ആത്മഭാവം പ്രമാണമാക്കി നേരായി ചമ്മച്ചതിന്റെ രൂപം അതിന്റെ ശേഷം നാരിയെ ഉരുവാക്കി ദൈവം പരമാവർക്ക് പൂജിതമായ വിചിത്രമതാം ഒരു തോട്ടം ചമച്ചതിന്റെ പൂജിത ദുഃഖം ഇരുത്തി അവർക്കൊരു പൂജിത ദുഃഖമിരുത്തിയവർക്കൊരു പാഠം പരവിധം ദിവ്യോചിതമൊന്നു കൊടുത്തിത് കൽപ്പന ശ്രേഷ്ഠം അനി പുതിപ്പാനോ അജിതം അറിവിൻ പരമായത് നിഷ്ടം. വരുമ മരണമെന്നൊരു നീക്കമില്ലതിന്നു കരുതണ്ട നിങ്ങളെന്നു മരമെന്നവർ വരുമ മരണമെന്നൊരു നീക്കമില്ലത് കരുതണ്ട നിങ്ങളെന്നു മരമെന്നവരോട് വെള്ളങ്ങളിൽ നീതിൽ വധിക്കാൻ പരമേശൻ താൻ വെള്ളങ്ങളിൽ നീതിൽ വധിക്കാൻ പരമേശൻ താൻ വെള്ളങ്ങളിൽ നീതിൽ വധിക്കാൻ. അപ്പൊ സർവജ്ഞനായ ദൈവമാണ് ഈ കാണുന്ന സകലത്തെ സൃഷ്ടിച്ചത്. അപ്പൊ യേശുക്രിസ്തു അടുത്ത കാലത്ത് മുളച്ച് കിളിച്ചു വന്ന ദൈവമല്ല, അവിടുന്ന് അനാദിയായും ശാശ്വതമായും ദൈവമാണ്, നിത്യനായ ദൈവമാണ്. അവിടുന്ന് സർവജ്ഞനായ ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്, ഏക ദൈവമാണ്, നിത്യദൈവമാണ്, സത്യദൈവമാണ്, സാക്ഷാൽ ദൈവമാണ്, ജീവനുള്ള ദൈവമാണ്, നിന്നെ രക്ഷിക്കുന്ന ദൈവമാണ് യേശുക്രിസ്തു.
ആ ക്രിസ്തുശാസ്ത്രത്തെ കീർത്തിക്കുന്ന ലേഖനങ്ങളാണ് എഫേസ്യ ലേഖനവും കൊലോസ്യ ലേഖനമെല്ലാം. ഇനി അടുത്തത് സഭാശാസ്ത്രപരമായ ലേഖനം, പൊന്തിപ്പിക്കൽ ലെറ്റേഴ്സ് എന്ന ഇടയലേഖനങ്ങൾ എന്നൊക്കെ പറയും. തീത്തോസിന്റെ ലേഖനവും തീമത്തിയോസിന്റെ 1-2 ലേഖനം സഭാശാസ്ത്രപരമായ ലേഖനമാണ്. സഭയുടെ നടപടിക്രമങ്ങൾ, സഭ എങ്ങനെ ആയിരിക്കണം, ശുശ്രൂഷകർ എങ്ങനെ ആയിരിക്കണം, സഭയിൽ വരുന്നവ എങ്ങനെ ആയിരിക്കണം, ബോധിച്ച പോലെ ഒന്നും നടക്കാനൊക്കത്തില്ല. വല്ലപ്പോഴും നീ സഭയെ വന്ന് കല്യാണം അടുക്കുമ്പോൾ ഒരു 3 ആഴ്ച അടുപ്പിച്ച് വന്ന്, മനസ്സിലാകുന്നുണ്ടോ? പിന്നെ ചിലടത്ത് ഉപദേശമാരെന്തെങ്കിലും സ്വോത്രകാഴ്ച കഴിഞ്ഞ് പൊക്കോളാൻ അങ്ങ് പറയുക, കാരണം അവർക്കുള്ളതായി. സ്വോത്രകാഴ്ച നീ എതിലെ വേണേലും അടുത്ത ആഴ്ചയും സ്വോത്രകാഴ്ച ഇടാൻ. സഭയ്ക്ക് നടപടിയുണ്ട്. പൗലോസ് പറഞ്ഞല്ലോ, ഞാൻ വേഗത്തിൽ നിന്റെ അടുക്ക വരുവാൻ ആശിക്കുന്നു, താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനമുള്ള ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ എങ്ങനെ നടക്കണം. നിനക്ക് ബോധിച്ച പോലെ ഒന്നും നടക്കാൻ ഒക്കത്തില്ല. നീ നേരത്തെ ബോധിച്ച പോലെ നടന്നു, സഭയിൽ വന്നാൽ അതിന്റെ ക്രമത്തിൽ നടക്കണം. സ്തോത്രം. അത് എൻ്റെ വിഷയമല്ലല്ലോ ഇപ്പൊ ഭാഗത്തേക്ക് പോകുന്നത്. അപ്പൊ അതാണ് സഭാശാസ്ത്രപരമായ ലേഖനം. ഒടുവിൽ അന്ത്യകാല ശാസ്ത്രപരമായ ലേഖനം, അതാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-2 ലേഖനം. 2 ലേഖനം അന്ത്യകാല ശാസ്ത്രപരമായ ലേഖനമാണ്. എന്ന് പറഞ്ഞാൽ ആസന്ന ഭാവിയിൽ വരും കാലങ്ങളിൽ എന്തൊക്കെയായി ഭൂമിയിൽ സംഭവിക്കുന്നത്, ഇനി എന്തൊക്കെ നടക്കും, അതെല്ലാം അന്ത്യകാല ശാസ്ത്രപരമാണ്. അതിലെ 2 ലേഖനം അന്ത്യകാല ശാസ്ത്രപരം. 1 തെസ്സലോനിക്കരുടെ 1-2 ലേഖനം. ഈ 2 ലേഖനത്തിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്കും അറിയാം, 2 ലേഖനത്തിൽ 2 വിഷയം. ആ 2 വിഷയം 2 പ്രത്യക്ഷത. ആ 2 പ്രത്യക്ഷത 2 പേരുടെ പ്രത്യക്ഷത. അതിൽ ഒരാൾ യേശു ക്രിസ്തു, രണ്ടാമത്തെ ആള് എതിർ ക്രിസ്തു. ഒരു വിഡ്ഢി ഈ ദിവസങ്ങളിൽ എങ്ങാണ്ട് പറഞ്ഞു എതിർ ക്രിസ്തു എന്നൊരു പേര് ഇല്ലെന്ന്. അവന് നല്ല ബുദ്ധി ഉണ്ടാകട്ടെ. അപ്പോൾ 1-ാം ലേഖനം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത, 2-ാമത്തെ ലേഖനം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. ആ 2-ാം ലേഖനം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണെന്ന് തെളിവിനൊരു വാക്യം വായിച്ച് മോളോ ശുഭപാസ്റ്റോ ആരിലും ചടയെന്ന് വായിക്കണം. 2-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. അപ്പൊ ശ്രദ്ധിക്കുക, 2-ാം ലേഖനത്തിലെ വിഷയം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. ആ 2-ാം ലേഖനത്തിൽ ഈ എതിർ ക്രിസ്തുവിന്റെ വിഷയങ്ങൾക്ക് പല പേരുകളുണ്ട്. നാശയോഗ്യൻ, അധർമ്മം, അധർമ്മത്തിന്റെ മൂർത്തി, അധർമ്മത്തിന്റെ മർമ്മം, ഇങ്ങനെയുള്ള പ്രയോഗമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ 2-ാം ലേഖനത്തിലെ വിഷയം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. അതാണ് 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം, അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. അപ്പൊ 2-ാം ലേഖനത്തിലെ വിഷയം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. ഓർപ്പിച്ചല്ലോ, 1-ാം ലേഖനം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. നമുക്കറിയാം 1-ാം ലേഖനത്തിൽ 5 അധ്യായങ്ങളാണ്. 5 അധ്യായത്തിലും പൗലോസ് വളരെ സ്പഷ്ടമായിട്ട് തെളിയിച്ചു യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന്. വായിച്ചേ മോളെ, ക്രമത്തിൽ വായിക്കണം. 1-ാം അധ്യായത്തിന്റെ 9-10 വാക്യവും, 2-ാം അധ്യായത്തിന്റെ 19-ാം വാക്യവും, 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യവും, 4-ാം അധ്യായത്തിന്റെ 13 മുതൽ 18 വരെയുള്ള വാക്യവും, 5-ാം അധ്യായത്തിന്റെ 23-ാം വാക്യവും ക്രമത്തിൽ ഉറക്കെ സ്ഫുടമായിട്ട് മോളം കൊണ്ട് വായിച്ചേ. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്നും ജീവനുള്ള ദൈവത്തെ സേവിക്കുവാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച് തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നതിനുമായ യേശു യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത്, വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാനുള്ളവനായ യേശു സ്വർഗത്തിൽ നിന്ന് വരുമെന്ന് എന്ന് പറഞ്ഞാൽ യേശു പ്രത്യക്ഷപ്പെടാൻ പോവാന്ന്. ഒരു താല്പര്യവും ഇല്ല. പ്രത്യക്ഷപ്പെടുവോ പെടാതിരിക്കുവോ ഉണ്ട്. ശിവപാസ് പറഞ്ഞ പോലെ പണ്ടൊരു അമ്മ പറഞ്ഞെന്ന്, കർത്താവേ എൻ്റെ ഹൃദയം തുറന്നു കിടക്കുക, നീ കയറുവോ ഇറങ്ങുവോ? ഏതള്ളേ നമ്മുടെ 4 വീട്ടിലെ തള്ളയാണ്. ഏതോ അമ്മ അങ്ങ് പറഞ്ഞ, യേശുവേ എൻ്റെ ഹൃദയം തുറന്നു കിടക്കുക, നീ കയറുവോ ഇറങ്ങുവോ, എപ്പോൾ വേണേലും അമ്മ അങ്ങ് തുറന്നിട്ടിരിക്കുക. അപ്പോൾ 1-ാം അധ്യായത്തിൽ ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിക്കുക. അധർമ്മമൂർത്തിയായി വരും അന്തിക്രിസ്തുവിനായി വഴിയൊരുക്കും നിസങ്ങൾ, ഭൂമിൽ വഴിയൊരുക്കും നിസങ്ങൾ. എൻ പ്രിയനെ എന്തിനീ താമസമോ, എന്നുള്ളത്തിൽ ആശ നിൻ മുഖം കാണാൻ, എന്നുള്ളത്തിൽ ആശ നിൻ മുഖം കാണാൻ.
രാഷ്ട്രീയ മത്സരത്തിൽ മധ്യത്തിലവർ ദൈവ രാജ്യത്തെ മറന്നിടുന്നു. ദൈവ രാജ്യത്തെ മറന്നിടുന്നു. എൻ പ്രിയനെ എന്തിനീ താമസമോ എന്നുള്ളത്തിൽ ആശ നീ മുഖം കാണാൻ. എന്നുള്ളത്തിൽ ആശ നീ മുഖം കാണാൻ. മതികെട്ട മനുജർ പണിയുന്നയകറ്റാൻ. മതികെട്ട മനുജർ പണിയുന്നയകറ്റാൻ. മതത്തെ ഈ ഭൂവിൽ നിന്നും സത്യ മതത്തെ ഈ ഭൂവിൽ നിന്നും ഒരല്പം തിരുത്ത സത്യ മാർഗത്തെ ഭൂവിൽ നിന്നും. അതാ കുറച്ചുകൂടെ നല്ലത്. മതികെട്ട മനുജർ പണിയുന്നയകറ്റാൻ. മതികെട്ട മനുജർ പണിയുന്നയകറ്റാൻ. മാർഗത്തെ ഭൂവിൽ നിന്നും സത്യ മാർഗത്തെ ഭൂവിൽ നിന്നും. എൻ പ്രിയനെ എന്തിനീ താമസമോ എന്നുള്ളത്തിൽ ആശ നിൻ മുഖം കാണാൻ. എന്നുള്ളത്തിൽ ആശ നിൻ മുഖം കാണാൻ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കേ. അപ്പോൾ 5 അധ്യായവും തെസലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലുണ്ട്. 5 അധ്യായത്തിലും ക്രിസ്തു വെളിപ്പെടുമെന്ന് പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിക്കുക. അതാണ് ആദ്യ വാക്യം 1-ാം അധ്യായത്തിന്റെ 9-10 വാക്യത്തിൽ പറയുകയാണ് യേശു ക്രിസ്തു മേളിൽ നിന്ന് വരുമെന്നിനി. അങ്ങനല്ലേ മോളെ? ഒന്നുകൂടെ പദം ഒന്ന് വായിച്ചേ. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്ന്. എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുവാൻ അവൻ മരിച്ചവിടെ എന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നതിനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരും. സ്തോത്രം. അങ്ങനെ വരുന്നത് സ്വർഗത്തിൽ നിന്ന് വരും എന്ന് പറഞ്ഞ യേശു പ്രത്യക്ഷപ്പെടും. ഇനി 2-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം 2:19. നമ്മുടെ കർത്താവായ യേശുവിന്റെ മുമ്പാകെ അവന്റെ പ്രത്യക്ഷതയിൽ അവിടെയും യേശു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിക്കുക. 1-ാം അധ്യായത്തിൽ വെച്ച് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണ്. 2-ാം അധ്യായത്തിന്റെ 19 പറഞ്ഞു യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടും. ഇനി 3-ാം അധ്യായത്തിന്റെ 13 വായിച്ചേ. ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി ഇങ്ങനെ നമ്മുടെ കർത്താവാകുന്ന യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷത അവിടെയും യേശു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിക്കുക. ഇനി 4-ാം അധ്യായത്തിന്റെ 13 മുതൽ ഓടിച്ചു വായിക്കാവോ മോളെ? സഹോദരന്മാരെ നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കണമെന്ന്, നിദ്ര കൊണ്ടവരെ കുറിച്ച് അറിവില്ലാതിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്യുന്നു നാം വിശ്വസിക്കുന്നു. അടുത്തത് എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. അടുത്തത് കർത്താവിന്റെ പ്രത്യക്ഷത വരെ അവിടെയും യേശു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിക്കുക. ഇനി 5-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും. സമാധാനത്തിന്റെ ദൈവം. അയ്യോ, ഈ ദൈവത്തിന്റെ വിശേഷത സമാധാനം അല്ല, കലക്കുന്ന ദൈവമല്ല. അവന്റെ പടലി എടുത്തോണ്ട് പാടാ ഞാൻ നിന്നിൽ സംപ്രീതനായി. മറ്റൊരുത്തൻ്റെ പടലി എടുക്കുന്നതാണോ? അവൻ്റെ കുടുംബം കുളം തോണ്ടണം. ദൈവത്തിന് ഇഷ്ടമില്ല. അവന് നന്നാകണം. ശത്രു സംഹാരം അതല്ല ദൈവം. ശത്രുക്കളെ സ്നേഹിക്കാനാ പഠിപ്പിച്ചത്. മനസ്സിലാകുന്നുണ്ടോ? വർഗീയ വിദ്വേഷം കുത്തിവെക്കുകയല്ല ദൈവം. വർഗീയത ഇല്ലാതാക്കണം. മനുഷ്യനെ മനുഷ്യനായി കാണണം. സഹജീവികളോട് സഹാനുഭൂതി ഉണ്ടായിരിക്കണം. ഞാൻ മിക്കയിടത്തും പറയാറുണ്ട്, വറവിൻ്റെ സമയമായി. ഇപ്പം പിന്നെ മഴയൊക്കെ ശരിയായി. നിന്റെ കിണറ്റിൽ ഞാൻ പഴയ രീതിയിലാണ് ഭാഷ കേട്ടോ. നിങ്ങൾ ചിലപ്പം തെറ്റിദ്ധരിക്കുമെന്ന് ചെയ്ത് പഴയ ആൾക്കാർക്ക് ചിലപ്പം അച്ഛനൊക്കെ ഞാൻ പറയുന്നത് വീട്ടിൽ മോളെ നീ അവിടെ എടുക്കുവാന്ന്. അപ്പൊ ശ്രദ്ധിച്ചേ, നിന്റെ വീട്ടിലെ കിണറ്റിനകത്ത് ഇഷ്ടം പോലെ വെള്ളമുണ്ട്. 5 അരിഞ്ഞാണം വെള്ളം.
അപ്പുറത്തുകാരൻ്റെ വീട്ടിൽ ഒരു തുള്ളി വെള്ളം പോലുമില്ല. നീ മോട്ടോർ വെച്ച് അടിച്ച് മേളിൽ കയറ്റി നീയും പെമ്പളെ അടിച്ച് മിന്നുക. എരിഹോ മതിൽ പോലെ മതിലും പണിത് ആ വലിയ ഗേറ്റ് വിട്ട് ആമത്താടിട്ട് പൂട്ടി വാല് മുറിച്ച 3 പട്ടി, അതിലൊന്ന് അൽസേഷനും. ഇനിയിപ്പോൾ ഇപ്പോഴത്തെ പട്ടിയുടെ പേരൊന്നും എനിക്കറിയാൻ പറ്റില്ല. വലിയ വലിയ കൂടിയ പട്ടിയാണ്, എന്തോ വലിയ നെടുപ്പമുള്ള പട്ടിയൊക്കെ ഉണ്ടല്ലോ. എന്നിട്ട് നമ്മുടെ അകവാള് വെട്ടിപ്പോ ജർമ്മൻ ഷെപ്പേർഡ്. അതാ നിന്റെ കിണറ്റിൽ 5 ഞാനും വെള്ളമുണ്ട്, അപ്പുറത്ത് അവന് വെള്ളമില്ല, കിണറ്റിൽ കുടിവെള്ളമില്ല. നീ ചെയ്യേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ അവനെ വിളിച്ചേച്ച് പറയണം, തങ്കച്ച രാവിലെ ഒരു 5 കുടം വെള്ളം കോരിക്കണം. അലക്കാനും കുളിക്കാനും ചിലപ്പോൾ കനാലിൽ കാണാൻ അങ്ങോട്ട് പോവുമോ, അല്ലെങ്കിൽ ഉണ്ടല്ലോ ആറ്റിലോ, അവിടെ നമ്മുടെ അച്ചൻകോവിലാറുണ്ടല്ലോ, കുടിവെള്ളം ഇവിടെ ഉണ്ട്, വന്നെടുത്തോണം. അപ്പോൾ അവിടെ കമലാക്ഷിയോടും പറഞ്ഞു, കമലാക്ഷി അമ്മ ഇവിടെ നിന്ന് 5 കുടം വെള്ളം കോരിക്കണം. 5 ഞാനും വെള്ളം കിടക്കുകയല്ലേ, എന്നാ നടപടി വല്ലതും ഉണ്ടോ പറ. പിന്നെ നമ്മൾ വാക്യം എഴുതി വെച്ചേക്കുക അവൻ വരാതിരിക്കാൻ. ഈ വെള്ളം കുടിക്കുന്നവനല്ല അതിനോട് കയറുകയല്ലോ. ഇവിടെ ഈ വാക്യം കിടക്കുകയല്ലേ. എൻ്റെ അഭിപ്രായം, നിങ്ങൾ യോജിക്കുമോ എന്ന് എനിക്കറിയത്തില്ല, അവൻ ഇങ്ങോട്ട് വന്ന് കോരുന്ന നല്ലത് ആ മോട്ടറിൽ നിന്നൊരു എന്താ പൈപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കണം. അടിക്കുന്ന കൂടെ അവരോട് പറയണ മുടുത്ത പാത്രം കൊണ്ട് എടുത്ത് വെച്ചു അതിലോട്ട് നിറച്ചേക്കാൻ പറഞ്ഞേക്കണം. അത് നിങ്ങൾ വന്നു പോരണ്ടല്ലോ, ഒരു 3 മീറ്റർ പൈപ്പിൻ്റെ മുടക്ക് ചിലപ്പോൾ അവരോട് പറഞ്ഞാൽ അവർ തരികയും ചെയ്യും. എന്നിട്ട് നീ സന്ധ്യയാകുമ്പോൾ തമ്പേരെടുത്ത് അടിക്കണം. ചിലപ്പോൾ അവനൂടെ വന്ന് കൂടെ ഇരിക്കും. നീ കിണറുമെല്ലാം മൂടിയിട്ട് മോട്ടർ അടിച്ച് മേളിൽ കയറ്റിച്ച് നീയും ചൂസമ്മയും കൂടെ ഈ വെള്ളമെല്ലാം മൊത്തം ചിലവാക്കി ഇടിച്ചേച്ച് സന്ധ്യയാകുമ്പോൾ പറയാ അവൻ അന്ത്യകാലം വന്നെടുത്ത് പെന്തിക്കോസിൻ അവൻ 5 ഇഞ്ചിൻ്റെ മെറ്റിൽ നിന്റെ ആദ്യം നിന്റെ പെമ്പളയുടെ ഉച്ചി അവൻ തകർക്കും. ഉന്നമുള്ളവനാന്ന് ഒറ്റ കയറി മതി. മനസ്സിലായോ? മനസ്സിലാകുന്നുണ്ടോ? അന്ത്യകാലം വന്നു. അന്ത്യകാലമല്ല, നിന്റെ ദൈവം ആരാന്ന് ചോദിച്ചാൽ വിദ്വേഷം ഉണ്ടാക്കുന്ന ആളല്ല ദൈവം. മനുഷ്യന് വൈരാഗ്യം കുത്തിക്കൊടുക്കുന്ന ആളല്ല ദൈവം. മറ്റൊരുത്തന്നെ പടലിയെടുത്തോണ്ട് പാടാ ഞാൻ നിന്നിൽ സംപ്രീതനായി, അങ്ങനല്ല ദൈവം. അതല്ല ദൈവം. ഒരുത്തനെ കൊലയ്ക്ക് കൊടുക്കുകയല്ല ദൈവം. ദുഷ്ടനെയും വെറിയനെയും വ്യഭിചാരിയെയും, എന്റെ ഭാഷ പറയാ ഒന്നും കൊള്ളുകേലാത്തവന്, എല്ലാവരും വെറുക്കപ്പെട്ടവന്, തള്ളപ്പെട്ടവന് സ്നേഹിക്കുന്നവനാ ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ പാസ്റ്റർക്കും എനിക്കും എന്നെപ്പോ ഞങ്ങളെ പോലുള്ള പലർക്കും ഈ മാർഗത്തിൽ വന്ന് ഈ ദൈവത്തെ ആരാധിപ്പാൻ ഭാഗ്യമുണ്ടായത്. ദൈവത്തിന് സ്തോത്രം. യേശുനായകൻ സമാധാന നായകൻ നിനക്കെന്നും ധനമേ എന്തിനാകുലം പലരും മനമേ എന്തിനാകുലം പലരും മനമേ യേശുനായകൻ സമാധാന നായകൻ നിനക്കെന്നും ധനമേ എന്തിനാകുലം പലരും മനമേ എന്തിനാകുലം പലരും മനമേ നിൻ സഹായകൻ അവൻ ശക്തനാകൻ നിനക്കു നിർഭയമേ ലോകപോരീതിൽ അനുദിനം ജയമേ ലോകപോരീതിൽ അനുദിനം ജയമേ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക. യേശു നിന്നെ സ്നേഹിക്കുന്ന ദൈവമാ, നിന്നെ രക്ഷിക്കുന്ന ദൈവമാ, നിന്നെ ചേർത്ത് അണയ്ക്കുന്ന ദൈവമാ, നിന്നെ സഹായിക്കുന്ന ദൈവമാ, നിന്നെ വിടുവിക്കുന്ന ദൈവമാ. ആ കർത്താവിനെ ആരാധിക്ക്, അനുഭവിക്ക്, സേവിക്ക്, സ്നേഹിക്ക്. നിനക്ക് നിന്റെ കുടുംബത്തിന് രക്ഷയാ. പ്രൈസ് ദി ലോർഡ്.
ദൈവത്തിന് മഹത്വം. അപ്പൊ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടും. ആ സമാധാനത്തിന്റെ ദൈവം. അതാ ഒന്നുകൂടെ വായിച്ച മോളെ ആ പദം. സമാധാനത്തിന്റെ ദൈവം തന്നെ. ദൈവം കലക്കത്തിന്റെ ദൈവമല്ല, സമാധാനത്തിന്റെ ദൈവമാണ്. യേശു നിന്റെ വീട്ടിൽ വന്നാൽ കൂട്ടയാടി നടക്കുകയല്ല, കൂട്ടയാടി അന്ന് നിൽക്കുക. യേശു നാട്ടിൽ വന്നാൽ നാട്ടുകാർ മുഴുവൻ കൂട്ടടിച്ച് അടിക്കുകയല്ല, ബഹളമല്ല. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? അല്ല, യേശുവിൻ്റെ മാർഗം. അതിൽ നമ്മളെ എത്ര പേര് ചില സമയത്ത് അനാവശ്യം പറയുകയും ചില തല്ലുകയും ചെയ്യും. നിന്നുകൊള്ളുന്ന അല്ലാതെ. ഇപ്പം അങ്ങനല്ലേ? അതാ, എന്നെ തല്ലുകാന്നെ നിന്നുകൊള്ളുക അല്ലാതെ ഓടാൻ പോലും വയ്യ. 4 സ്റ്റെപ്പ് ഇങ്ങോട്ട് കയറിയപ്പോൾ ഞാൻ കഥച്ചാതെ ഞാൻ പുറകിൽ തന്നെ പോയെങ്കിരുന്നു. ഇവിടെ മുന്നിൽ ഇരുന്ന് ഇങ്ങനെ കഥയ്ക്ക് നിങ്ങൾ എന്തിനാ കാണുന്നേ? നിന്നുകൊള്ളുക അല്ലാതെ. എന്നെ അന്ന് തല്ലാനും ഉണ്ട്. സ്തോത്രം. എന്നാ തല്ലണോ? കൊള്ളുക അല്ലാതെ യാതൊരു മാർഗവുമില്ല. ഒന്നും പറയത്തില്ല. നിന്ന് മേടിച്ച് കെട്ടുന്നതല്ലാതെ. അതായി മാർഗം. സ്തോത്രം. അതായി മാർഗം. ഇത് തിരിച്ചടിക്കുന്ന മാർഗമല്ല, നിന്ന് കൊള്ളുന്ന മാർഗമാണ്. സ്തോത്രം. ഞാൻ അത്രയൊക്കെ പറഞ്ഞ് അങ്ങ് വിടുക. ദൈവത്തിന് മഹത്വം. അപ്പൊ ഈ ദൈവം സമാധാനത്തിന്റെ ദൈവമാണ്. നിനക്ക് സമാധാനം തരുന്ന ദൈവമാണ്. അപ്പൊ ഓർപ്പിക്കട്ടെ, 5 അധ്യായത്തിൽ ക്രിസ്തു പ്രത്യക്ഷപ്പെടും. ഇനി കമ്പിവാചകം പോലെ പറഞ്ഞ് മുമ്പോട്ട് പോകാം. 1-ാം അധ്യായത്തിന്റെ 9, 10 ഒന്നുകൂടെ വായിച്ചേ മോളെ. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം എന്ന് പറഞ്ഞ പൗലോസ് ചോദിക്കാൻ, ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്നത് എങ്ങനെയാണ്? അത് വിശദീകരിക്കാൻ നേരമില്ല. അതുകൊണ്ട് ആ ഭാഗം അങ്ങ് വിടുക. വന്നു അടുത്തത്. ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാൻ അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തി. ഈ ആയുസ്സിൽ എനിക്കും നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുന്നതാണ്. സത്യദൈവമായ, നിത്യദൈവമായ, ഏകദൈവമായ, ജീവനുള്ള ദൈവമായ യേശുക്രിസ്തുവിനെ സേവിക്കുവാനും സ്നേഹിപ്പാനും ആ കർത്താവിനെ ഉള്ളത്തിൽ ഏറ്റെടുക്കുവാൻ ഇടയായതാ ഏറ്റവും വലിയ ഭാഗ്യം. ദൈവത്തിന്റെ മഹത്വം. ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനിടയായി. അവനെ മരിച്ചവരുടെ അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരും എന്ന് പറഞ്ഞ് നമ്മൾ കാത്തിരിക്കുക. എന്തിനാ കാത്തിരിക്കുന്നത്? വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ അവിടുന്ന് വരുന്നുണ്ടെന്ന്. ഒറ്റ വാക്കിലേ ഇപ്പൊ പറയാൻ ഒക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ വരുവാനുള്ള കോപം, അതാണ് മഹാപീഡ. ആ മഹാപീഡയിൽ നിന്ന് നമ്മെ രക്ഷിപ്പാൻ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മസ്നാനം പ്രാപിച്ച് വേർപാട് പാലിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന തിരുസഭയെ വരുവാനുള്ള കോപത്തിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടി അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് വരും. അതിനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. സ്തോത്രം. ഒറ്റ വാക്കിലേ പറയാൻ ഒക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ ദൈവസഭ മഹോപദ്രവത്തിൽ കൂടെ പോകത്തില്ലെന്ന്. അതാ, ദൈവസഭ ഉപദ്രവങ്ങളിൽ കൂടെ പോകും. സഭ തുടങ്ങി അന്ന് മുതലേ സഭയ്ക്ക് ജോടി. പിന്നെ അവത്തങ്ങൾ 120 പേരിന്ന് കൂടി. അപ്പൊ തന്നെ അന്നേരം തന്നെ ആക്ഷേപം തുടങ്ങി. അടിച്ചേച്ച് വന്നിരിക്കുകയാണെന്ന്. എല്ലാം അല്ല, പെരുക്ക് ഈസ്റ്റർ അല്ലേ? ഈസ്റ്റർ കഴിഞ്ഞല്ലേ ഉള്ളു. യേശു ഉയർത്തെഴുന്നേറ്റില്ല. ഈസ്റ്റർ കഴിഞ്ഞ എന്നെ അടിച്ച് പെരുക്കിയിരിക്കുകയാണ്. അന്ന് മുതലേ ആക്ഷേപം. പിന്നെ കൊണ്ട് 4-ാം അധ്യായമൊക്കെ പഠിക്കുമ്പോൾ മുഴുവൻ പ്രശ്നങ്ങളാണ്. ചൂപ്പാട് വരുത്തുക. അപ്പൊ സഭ ആരംഭിച്ച കാലം മുതലേ സഭയ്ക്ക് ഉപദ്രവങ്ങളുണ്ട്. ആ ഉപദ്രവം ഇന്നുമുണ്ട്. കർത്താവ് വരാൻ താമസിച്ചാൽ നാളെ ഉണ്ട്. സഭ എടുക്കപ്പെടുന്ന വരെ ഉപദ്രവങ്ങളുണ്ട്. എന്നാൽ സഭ മഹോപദ്രവത്തിൽ കൂടെ പോകത്തില്ല. ഉപദ്രവത്തിൽ കൂടെ പോകും, പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോഴും ഉപദ്രവമില്ലേ? നമ്മളിവിടെ ശാന്തമായിട്ട് സമാധാനമായിട്ട് വരുന്ന ദൈവത്തെ ആരാധിക്കാം. മനോഹരമായ പന്തലും നല്ല കസേരയും അതിൻ്റെ ചുറ്റുപാടുകളെല്ലാം ക്രമീകരിച്ചു. എന്നാൽ ചിലയിടങ്ങളിൽ ഇങ്ങനൊന്നും ഇരുന്ന് ആരാധിക്കാൻ പറ്റുന്നില്ല. ഉപദ്രവത്തിൽ കൂടെ പോവല്ലേ? അതെല്ലാം മഹോദരമാണോ? അല്ല. സ്തോത്രം. ഒരു മിഷണറി 2 കുഞ്ഞുങ്ങളെ കൂടെ ചുട്ടുകൊന്നു. അത് മഹോദരമാണോ? അല്ല, ഉപദ്രവമാണ്.
കന്യാസ്ത്രീയെ കൊന്നു. ഉപദ്രവമാണ്. ഉപദ്രവമാണ്, മഹോദരവല്ലല്ലോ. അല്ല. ഉപദേശിമാരെ തട്ടി, അത് മഹോദരമാണോ? അല്ല, ഉപദ്രവമാണ്. അത് അന്നുകൊണ്ട് ഇന്നുകൊണ്ട് നാളെ ഉണ്ടാകും കർത്താവ് വരുന്നത്. പക്ഷെ സഭ മഹോദരവത്തിൽ കൂടെ പോകത്തില്ല. തന്റെ കുറുപ്രാവിന് ദൈവം ദുഷ്ടമൃഗത്തിന് ഏൽപ്പിക്കത്തില്ല. അതാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ അഞ്ചാമത്തെ ലേഖനത്തിന്റെ 5 വായിക്കുന്നത്, ദൈവം നമ്മെ കോപത്തിനല്ല. അങ്ങനെ തന്നെ ആ ലേഖനത്തിൽ എഴുതിയേക്കുന്നത്. സൂപ്പർ സ്റ്റാർ റെഫറൻസ് ഒന്ന് വായിച്ചേ. ദൈവം നമ്മെ കോപത്തിനല്ല, അങ്ങനെ തന്നെ എഴുതിയേക്കുന്നത്. ഞാൻ റെഫറൻസ് അങ്ങ് മറന്നുപോയി. അങ്ങനെ തന്നെ എഴുതിയേക്കുന്നത്, ദൈവം നമ്മെ കോപത്തിനല്ല. ദൈവം നമ്മെ കോപത്തിനല്ല. ആ മോളെ എത്രാമത്തെ വാക്യമാ? 9. മിടുക്കി, ദൈവം അനുഗ്രഹിക്കട്ടെ. ഒന്നുകൂടെ വായിച്ചേ. ദൈവം നമ്മെ കോപത്തിനല്ല. ദൈവം നമ്മെ കോപത്തിനല്ലെന്ന്. പിന്നെ നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോട് കൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച. അപ്പൊ ശ്രദ്ധിച്ചേ, ദൈവം നമ്മെ കോപത്തിനല്ല വിളിച്ചേക്കുന്നത്. ആ കോപം എന്നവിടെ ഉദ്ദേശിക്കുന്നത് മഹാവീടയാ, മഹോദരവാ. സ്തോത്രം. അനർത്ഥത്തിൻ ദിവസങ്ങൾ വരും മുന്നാലെ ഈ ധരയിലെ വിശുദ്ധന്മാർ പറന്നിടുമേ. അനർത്ഥത്തിൻ ദിവസങ്ങൾ വരും മുന്നാലെ ഈ ധരയിലെ വിശുദ്ധന്മാർ പറന്നിടുമേ. ഞാൻ ഈ 2 വരിയെ ഇപ്പൊ പാടാനൊക്കെ ഉള്ളു, മൊത്തം ഒന്നും നോക്കുന്നില്ല. അപ്പൊ ശ്രദ്ധിക്കുക, വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ യേശു സ്വർഗത്തിൽ നിന്ന് വരാൻ പോവുക. അതാണ് കർത്താവിന്റെ പ്രത്യക്ഷത. ഇനി ഓടിച്ച് പറയാം, അതിനെ ഉള്ളു.